കോഴിക്കോട് ജില്ലയിലും കനത്ത മഴയാണ്. മലയോര മേഖലകളിലാണ് രാവിലെ മുതൽ മഴ കനത്തത്. താമരശ്ശേരി പുതുപ്പാടി നെരുക്കും ചാലിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. വിലങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്തതോടെ വിലങ്ങാട് മലയങ്ങാട് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് നഗരത്തിലെ കോട്ടൂളിയിൽ റോഡിൽ വെള്ളം കയറി. കോഴിക്കോട് ഈങ്ങാപ്പുഴ റോഡിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഈങ്ങാപ്പുഴയിലാണുള്ളത്. അഭിജിത്ത്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ശക്തമായ മഴയും അതിനെ തുടർന്നുള്ള വെള്ളക്കെട്ടുമാണ് എന്നത് വ്യക്തമാകുന്നുണ്ട്. ചുറ്റുമതിലടക്കം വീടിന്റെ ചുറ്റുമതിലടക്കം തകർന്നിട്ടുണ്ട്. വണ്ടികളെല്ലാം വാഹനങ്ങളെല്ലാം പോകുന്നത് കനത്ത വെള്ളക്കെട്ടിലൂടെയാണ്. അതേമാതിരി ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മതിലിടിഞ്ഞു വീണും അങ്ങനെ മരങ്ങൾ കടപുഴകിയുമുള്ള നാശനഷ്ടങ്ങളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആളപായമൊന്നുമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈങ്ങാപ്പുഴയിലാണ് നമ്മളുള്ളത്. ഇവിടെ റോഡിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. കടകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ, അതായത് പുലർച്ചെ ഏതാണ്ട് 5 മണി മുതൽ ആരംഭിച്ച മഴയാണ്. നിർത്താതെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. റോഡൊക്കെ തന്നെ പുഴയായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പുഴയിൽ തന്നെ വലിയ രീതിയിൽ വെള്ളം ഉയരുന്നു. ആ വെള്ളമാണ് ഇപ്പോൾ റോഡിലേക്ക് ഇരച്ചു കയറുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും വയനാട്ടിലേക്ക് പോകുന്ന പാതയാണിത്. അതിനാൽ തന്നെ നിലവിൽ ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോകുന്നവരെ വഴി തിരിച്ചുവിടുന്നു. മാത്രമല്ല വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെയും മറ്റു വഴികളിലൂടെ ഗതാഗതം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ ആരംഭിച്ച മഴയാണ്. രാത്രി മഴയുണ്ട്. ഇപ്പോ മുൻപ് ഈ രീതിയിലുള്ള സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു? ഇത്രയധികം മഴ ഇങ്ങനെ 2018 ശേഷം ആദ്യമായിട്ടാണ് ഇത്ര വെള്ളം വരുന്നത്. 2018 ശേഷം ഇത്ര വെള്ളം വരുന്നത് ആദ്യമായിട്ടാണ്. അല്ലാണ്ട് എല്ലാത്തിനും ഈ ഒരു ഭാഗം വരെ വരും. പക്ഷേ ഇത് അശാസ്ത്രീയമായിട്ട് മണ്ണിട്ട കാരണമാണ് ഇത്രയും വെള്ളം കയറാൻ കാരണം. ഇപ്പൊ ഇതുവഴി വയനാട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. എങ്ങനെ ഇപ്പൊ റോഡ് എങ്ങനെയാ, ഗതാഗതം എങ്ങനെയാ? കൈതപ്പൊയിലേക്കുള്ള റോഡാണ്. പക്ഷേ അടിവാരത്തും വെള്ളത്തിലാണ്. ഇപ്പൊ വയനാട്ടിലേക്ക് പോകേണ്ടവർ എവിടുന്ന? ഇപ്പം വയനാട്ടിലെ റോഡ് ക്രോസ് ആകും. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകേണ്ടവർ എങ്ങനെ കടത്തി വിടും? ഈ കൂടത്തായി വഴിക്ക് കോടഞ്ചേരി ഈങ്ങാപ്പുഴ വരുന്നവരോ? വയനാട്ടിൽ നിന്ന് വരുന്നവർ ഏത് വഴി? വയനാട്ടിൽ വരുന്നവരൊക്കെ ഇപ്പൊ ചുരത്തിൽ ബ്ലോക്കായി ഇപ്പൊ കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ചുരത്തിൽ നല്ല ബ്ലോക്കാ. കാരണം അവിടുന്ന് അങ്ങോട്ടും പോകാത്ത അവസ്ഥയിലുള്ളത്. മൊത്തം ബ്ലോക്കായി കിടക്കല്ലേ. കടകളിലേക്കൊക്കെ വെള്ളം, മൊത്തം കടകളിലും വെള്ളമാ. ടൗണ് മൊത്തം മുങ്ങിക്കിടക്കുക. ഹോസ്പിറ്റൽ കണ്ടില്ലേ, ആശുപത്രിയും എല്ലോ. ഞങ്ങൾ ഈങ്ങാപ്പുഴ ടൗണ് ഫുള്ള് വെള്ളത്തില്ല. പച്ചക്കറി ഇന്ന് ചന്തയുള്ള ദിവസമാണ്. വീടുകളിലേക്ക് വെള്ളം, നിരവധി വീടുകൾ വെള്ളത്തിലാണ്. അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നു? ഇപ്പോൾ സ്കൂൾ മൈലനാമാർ സ്കൂള് 2 സ്കൂളുകളിൽ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മാധു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്, ആശുപത്രിയുണ്ട്, ഒരു ഹെൽത്ത് കെയർ ആണ് ഈങ്ങാപ്പുഴ ഹെൽത്ത് കെയർ. അതിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ നിരവധി കടകളിലാണ് വെള്ളം കയറുകയും ആളുകളെയൊക്കെ എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ ഒക്കെ താഴെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടാകും ഇതിന്റെ പരിസരത്തുള്ള ഇടങ്ങളിലൊക്കെ. അതേ മാധു, അങ്ങനെ തന്നെയാണ്. മുഴുവൻ കടകളിലും, അതായത് ഈങ്ങാപ്പുഴ ടൗണിലെ മുഴുവൻ കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഭാഗത്തോളം വെള്ളമുണ്ട്. കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് അരയ്ക്കപ്പുറം വെള്ളമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കുറച്ച് അകലേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരാൾ നടക്കുന്നത് കാണാം. ഏതാണ്ട് അയാളുടെ അരയ്ക്ക് മുകളിലേക്ക് വെള്ളമുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെ ഏതാണ്ട് മീറ്ററുകളോളം ദൂരത്തിൽ ഈങ്ങാപ്പുഴയിൽ ഈ ദേശീയപാതയിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ഇപ്പോൾ ആളുകൾ പറഞ്ഞതനുസരിച്ച് വയനാട്ടിലേക്കൊക്കെ പോകേണ്ട ആളുകളെ ഇവിടെ നിന്ന് വഴി മാറ്റി വിടുന്നുണ്ട്. മറ്റു വഴികളിലൂടെ അവരുടെ ഗതാഗതം മറ്റു വഴികളിലൂടെ ആക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വയനാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇവിടുത്തെ ഇപ്പൊ ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതെ, വെള്ളം ഇപ്പം നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അതെ, മഴ പക്ഷേ ഇപ്പോഴും ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. സാധാരണ 2019 വന്ന ആ ഒരു ഇതിലാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മലയിൽ വെള്ളം, നമ്മളെ സ്ഥാപനമാണിത്, മലയിൽ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വരും. ഇപ്പം മലയിലാണ് വെള്ളം, മഴ എങ്ങനെ പെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആളുകളൊക്കെ എന്തെങ്കിലും വീടുകളിൽ നിന്നൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ള ഓൾറെഡി അടുത്ത സ്ഥലങ്ങളിലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലായിരുന്നു, അവിടെ ആളുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു ഏരിയയിൽ, കാരണം കാക്കുവേൽ ഏരിയയിലുമാണ് മല ഉള്ളത്, അവിടെ മഴ എത്രത്തോളം സാധ്യത ഉണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരിക.
അങ്ങനെ തന്നെയാണ് മാധു. ആളുകളെ പരമാവധി ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മുൻപോട്ട് എത്ര ദൂരം പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പോകുന്നതിനനുസരിച്ച് ഈ വെള്ളത്തിന് അല്പം ശക്തമായി വെള്ളം വരുന്നുണ്ട്. മാത്രമല്ല ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മുട്ടറ്റമാണ്, അങ്ങോട്ടേക്ക് പോകുന്നതോടൊപ്പം ഈ വെള്ളം മുകളിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും നമുക്ക് കാണാം ഇതുവഴി റോഡ് യാത്ര മുഴുവനും വെള്ളക്കെട്ട് തന്നെയാണ്. അഭിജിത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, പോവുകയും വേണ്ട. അഭിജിത്ത്, നമുക്കറിയില്ല എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. സുരക്ഷിതമായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഈ പറയുന്നത് പോലെ നോക്കൂ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നമുക്ക് അങ്ങേ അറ്റത്ത് മനുഷ്യരെ കാണാം, അവരുടെ കഴുത്തൊപ്പം വെള്ളമുണ്ട് എന്നതാണ് സാഹചര്യം. അഭിജിത്ത്, ദൂരെ കാണുന്ന മനുഷ്യര് അവിടെ നിന്ന് നീന്തി കിടക്കുകയാണ്, അവരുടെ കഴുത്തൊപ്പം വെള്ളമുണ്ട്. അതേ മാധു, അങ്ങനെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് മുട്ടറ്റം വെള്ളമുണ്ട്. പക്ഷേ കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് കഴുത്തറ്റം വെള്ളം വരുന്നൊരു സ്ഥിതിയാണ്. അങ്ങ് അവിടെയൊക്കെ ആളുകളുണ്ടല്ലോ അല്ലേ, സുരക്ഷിതമായിരിക്കും. ആളുകളൊക്കെ അവിടെയൊക്കെ നടക്കുന്നത് കാണുന്നുണ്ടല്ലോ. അവിടെ കുറേ വെള്ളമുണ്ട്. അവിടെ തന്നെ ഉള്ളവരല്ലേ? അങ്ങോട്ട് പോകുന്നതിനോടനുസരിച്ച് ഈ വെള്ളം കൂടുന്നുണ്ടല്ലേ? കൂടുന്നുണ്ട്, വെള്ളം കൂടുന്നുണ്ട്. എങ്ങനെ? അകത്തോളം വെള്ളമുണ്ട്, എഴുത്തോളം വെള്ളമുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് കയറി, അവിടെ ഉണ്ട് 20ഓളം വീടുകളുണ്ട്, അത് മൊത്തം വെള്ളത്തിലേക്ക് കയറി. ആറ്റൊക്കെ വെള്ളത്തിലായിരുന്നു. അവരെയൊക്കെ മാറ്റിയില്ലേ അവിടെ ആൾക്കാരൊക്കെ മാറ്റി. എന്നാലും വെള്ളമാണ് ഫുള്ള്. കളി ഇങ്ങോട്ട് അങ്ങോട്ടുള്ള കുറെ കടകളുണ്ട്, അതൊക്കെ വെള്ളത്തിലാണ്. പോലത്തെ ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതിപ്പോ എത്ര കൊല്ലങ്ങളായിട്ട് ഉണ്ടായിരുന്ന പ്രളയത്തിന്റെ സമയത്തായിരുന്നു ഇങ്ങനെ മഴ പെയ്തു. 2018 അവസാനമായിട്ട് ഇതുപോലെ വന്നത്. പിന്നെ അന്ന് നല്ല വെള്ളം. 2018 സമാനമായ ഒരു വെള്ളം അപ്പോൾ ഈ വർഷത്തിൽ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നല്ല വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കുക. ശക്തമായ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ ഒരു ആശങ്കയുണ്ടോ? ആശങ്ക എന്തായാലും ഉണ്ട്. എല്ലാം ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിലാകുന്ന പ്രദേശത്തിന്റെ സമയമാണ് കാണുന്നത്. കടുത്ത ആശങ്കയാണ് കോഴിക്കോട് ഉണ്ടാകുന്നത്. ഈങ്ങാപ്പുഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയാണ്. നമ്മൾ ആ അഭിജിത്ത് നിൽക്കുന്ന സ്ഥലത്ത് മുട്ടപ്പമേ വെള്ളമുള്ളുവെങ്കിലും ആ സൈൻ ബോർഡൊക്കെ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് നല്ല തോതിൽ വെള്ളമുണ്ട്. നേരത്തെ 2 മനുഷ്യർ കടന്നു പോകുന്നത് കണ്ടപ്പോഴാണ് പിന്നീട് നാട്ടുകാരൻ നമ്മളോട് പറയുന്നു അവിടെയൊക്കെ നല്ല കുഴിയാണ്, നല്ല വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, കഴുത്തപ്പം വെള്ളമുണ്ട് എന്നുള്ളത്.